നമസ്കാരം. കേന്ദ്ര സർക്കാർ രാജ്യത്തെ കർഷകർക്കായിട്ട് നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായ പദ്ധതിയായ PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുവിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ കോടിക്കണക്കിന് വരുന്ന ഗുണഭോക്താക്കൾ. നിലവിൽ മാർച്ച് മാസം പകുതിയോടെ ഈ തുക വിതരണം ചെയ്യുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാധാരണഗതിയിൽ ഓരോ 4 മാസം കൂടുമ്പോഴാണ് 2000 രൂപ വീതം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തുന്നത്. ഈ വർഷത്തെ അവസാന സാമ്പത്തിക പാദത്തിലെ വിതരണം എന്ന നിലയിൽ മാർച്ച് മാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഏറെ ഉള്ളതിനാൽ തന്നെ ഇത്തവണത്തെ വിതരണ പ്രഖ്യാപനം വലിയ ആവേശത്തോടെയാണ് കർഷകർ നോക്കിക്കാണുന്നത്. പദ്ധതിയുടെ സുതാര്യത ഉറപ്പുവരുന്നതിനായിട്ട് സർക്കാർ ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ്. വരുന്ന മാർച്ച് മാസം 11-ാം തീയതി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിക്കാൻ ഒരുങ്ങുന്നു എന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾക്ക് വഴിമാറുകയാണ്. യഥാർത്ഥത്തിൽ മാർച്ച് 6-ന് നിശ്ചയിച്ചിരുന്ന ഈ സന്ദർശനം ചില ഔദ്യോഗിക കാരണങ്ങളാൽ 11-ാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു. കേരളത്തിൽ വെച്ച് നടക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തോടൊപ്പം തന്നെ PM കിസാൻ 22ാം ഗഡുവിൻ്റെ ദേശീയ തലത്തിലുള്ള വിതരണ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതുകൂടാതെ NDA സർക്കാരിൻ്റെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ കർഷകർക്കായിട്ടുള്ള പ്രത്യേക പദ്ധതികളെക്കുറിച്ചുള്ള സൂചനകളും ഈ സന്ദർശന വേളയിൽ ഉണ്ടായേക്കും. ഇത് കേരളത്തിലെയും രാജ്യത്തെയും കർഷകർക്ക് ഒരുപോലെ ഗുണകരമായേക്കാവുന്ന ഒരു സന്ദർശനമായി തന്നെ മാറിയേക്കാം. ഈ പദ്ധതിയുടെ തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എന്നെത്തും എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ലെങ്കിലും മാർച്ച് 11-നും 15-നും ഇടയിലുള്ള തീയതികളിൽ തുക ക്രെഡിറ്റ് ആകാനാണ് കൂടുതലും സാധ്യത. സാധാരണയായിട്ട് വിതരണ ഉദ്ഘാടനം നടക്കുന്ന അതേ ദിവസം തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ വഴി തുക കൈമാറുകയാണ് പതിവ്. മാർച്ച് 31-നകം തന്നെ ഈ സാമ്പത്തിക വർഷത്തെ എല്ലാ ഗഡുക്കളും പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നതിനാൽ തന്നെ യാതൊരു കാരണവശാലും ഈ വിതരണം മാർച്ചിൽ നിന്ന് നീണ്ടുപോകാനായിട്ട് സാധ്യതയില്ല. ഔദ്യോഗികമായിട്ട് തീയതി പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ കൃത്യമായ വിവരങ്ങൾ നമ്മുടെ ചാനൽ വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നിലവിൽ കർഷകർ ശ്രദ്ധിക്കേണ്ടത് തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ അത് പ്രവർത്തനക്ഷമമാണെന്നും തുക സ്വീകരിക്കാൻ സജ്ജമാണെന്നുമാണ്. പദ്ധതിയുടെ ഗുണഭോക്താക്കളാണെങ്കിൽ പോലും ചില സാങ്കേതിക കാരണങ്ങളാൽ പലർക്കും തുക മുടങ്ങാറുണ്ട്. ഇത്തവണത്തെ 2000 രൂപ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് 3 പ്രധാന കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പൂർത്തിയാക്കിയിരിക്കണം. ഒന്നാമതായിട്ട് KYC അപ്ഡേഷനാണ്. ഇത് OTP വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമതായിട്ട് ലാൻഡ് സീഡിംഗ് അഥവാ കൃഷിഭൂമിയുടെ വിവരങ്ങൾ രേഖകളിൽ കൃത്യമായി വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതാണ്. മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ആണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ആധാർ ലിങ്ക് ചെയ്തിരിക്കുക മാത്രമല്ല, അത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT വഴി സ്വീകരിക്കാൻ പാകത്തിൽ എനേബിൾ ചെയ്തിരിക്കുകയും വേണം. ഈ 3 കാര്യങ്ങളിൽ ഒന്നിൽ പോലും പിഴവ് സംഭവിച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തുക എത്തുകയില്ല. നിങ്ങളുടെ അപേക്ഷയുടെ നിലവിലത്തെ സ്ഥിതി പരിശോധിക്കുന്നതിനായിട്ട് PM കിസാൻ സമ്മാൻ നിധി പോർട്ടലിൽ അതായത് pmkisan.gov.in എന്ന വെബ്സൈറ്റിൽ ചില പ്രത്യേക സംവിധാനങ്ങളൊക്കെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. വെബ്സൈറ്റിലെ നോ യുവർ സ്റ്റാറ്റസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നൽകിയാൽ അപേക്ഷയുടെ പൂർണ്ണരൂപം അവിടെ കാണാൻ സാധിക്കും. രജിസ്ട്രേഷൻ നമ്പർ കൈവശമില്ലാത്തവർക്ക് ആധാർ നമ്പറോ മൊബൈൽ നമ്പറോ ഉപയോഗിച്ച് അത് കണ്ടെത്താനുള്ള സൗകര്യവും വെബ്സൈറ്റിലുണ്ട്. അവിടെ ലാൻഡ് സീഡിങ്, KYC, ആധാർ സീഡിംഗ് എന്നിവയ്ക്ക് നേരെ പച്ച നിറത്തിലുള്ള S മാർക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, അതായത് നിങ്ങൾക്ക് തുക ഉറപ്പിക്കാം. മറിച്ച് നോ എന്നാണ് കാണിക്കുന്നതെങ്കിൽ എത്രയും വേഗം തന്നെ ബന്ധപ്പെട്ട കൃഷി ഓഫീസുമായിട്ടോ അല്ലെങ്കിൽ ബാങ്കുമായിട്ടോ ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിലവിൽ ഓരോ ഗഡുവായും 2000 രൂപ വീതം വർഷത്തിൽ ആകെ 6000 രൂപയാണ് കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും തുക വർദ്ധിപ്പിക്കുമെന്ന വാർത്തകളൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ടെങ്കിലും നിലവിൽ പ്രതിവർഷം 6000 രൂപ എന്ന രീതിയിൽ തന്നെയാണ് പദ്ധതി മുന്നോട്ട് പോകുന്നത്. ഇതിനോടകം തന്നെ 21 ഗഡുക്കളിലായിട്ട് 42,000-ഓളം രൂപ ഓരോ ഗുണഭോക്താവിനും ലഭിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നൽകാൻ പോകുന്നത് 22ാമത്തെ ഗഡുവാണ്. അർഹരായ എല്ലാ കർഷകർക്കും ഈ തുക ലഭ്യമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക വിതരണ തീയതി പ്രഖ്യാപിക്കുന്ന ആ നിമിഷം തന്നെ നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള അറിയിപ്പുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.